അയൺ സമ്പുഷ്ടമായ മാംസ്യാഹാര പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ ഇനി പറയുന്നവ പഠിക്കും. ശരീരത്തിൽ അയണിന്റെ പങ്ക്, അയൺ അടങ്ങിയ മാംസ്യാഹാര പാചകക്കുറിപ്പ് തയ്യാറാക്കൽ. ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അയൺ ആവശ്യമാണ്. നമ്മുടെ വളർച്ച, തലച്ചോറിന്റെ പ്രവർത്തനം, ഓർമ്മ, ഏകാഗ്രത എന്നിവയ്ക്ക് അയൺ ആവശ്യമാണ്. കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഹോർമോൺ സിന്തസിസിനും ഇത് ആവശ്യമാണ്. പ്രതിരോധശേഷി വളർത്താനും അയൺ സഹായിക്കുന്നു. ഭക്ഷണത്തിലെ അയൺ രണ്ട് രൂപങ്ങളിൽ ഉണ്ട്: ഹീം അയണും നോൺ ഹീം അയണും. ഇറച്ചിയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എന്നിവയിൽ നിന്നാണ് ഹീം അയൺ വരുന്നത്. അതിനാൽ മാംസ്യാഹാരങ്ങൾ ഹീം അയണിന്റെ നല്ല ഉറവിടങ്ങളാണ്. ഉദാഹരണത്തിന് ആടുമാംസം, ആടുകരൾ, കോഴിയുടെ കരൾ, പ്ലീഹ, ശ്വാസകോശം മുതലായവ. സസ്യാഹാരത്തിൽ നിന്നാണ് നോൺ ഹീം അയൺ ലഭിക്കുന്നത്. ഉദാഹരണത്തിന് പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പച്ച ഇലക്കറികൾ. നോൺ ഹീം അയണിനെ അപേക്ഷിച്ച് ഹീം അയൺ നന്നായി ആഗിരണം ചെയ്യപ്പെടുന്നു. ആഗിരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ചില പോയിന്റുകൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളുമായി നിങ്ങളുടെ ഭക്ഷണം ജോഡിയാക്കുക. മല്ലിയിലയോ പുതിനയിലയോ നാരങ്ങാ നീരോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭക്ഷണം അലങ്കരിക്കാം. വൈറ്റമിൻ സി സമ്പുഷ്ടമായ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തോടൊപ്പം കഴിക്കാം. ഭക്ഷണത്തോടൊപ്പം ചായയും കാപ്പിയും കഴിക്കരുത്. ഇത് അയൺ ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അയൺ സമ്പുഷ്ടമായ ചില മാംസ്യ പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യത്തേത് ആട് പ്ലീഹ വറുത്തതാണ്. ഈ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 100 ഗ്രാം അല്ലെങ്കിൽ 2 ആട് പ്ലീഹകൾ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് ഒരു നാരങ്ങയും ആവശ്യമാണ്. കൂടാതെ ഒരു പിടി മുരിങ്ങയില കഴുകി അരിഞ്ഞതും, പാകത്തിന് ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ എടുക്കുക. രീതി: ആദ്യം പ്ലീഹകൾ നന്നായി കഴുകി വൃത്തിയാക്കുക. അത് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പ്രഷർ കുക്കറിന്റെ അടപ്പ് അടയ്ക്കുക. ഇടത്തരം തീയിൽ 2 മുതൽ 3 വിസിൽ വരെ വേവിക്കുക. പ്രഷർ സ്വയം കുറഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. പ്ലീഹകൾ പുറത്തെടുത്ത് കഷണങ്ങളായി മുറിക്കുക. സൂപ്പും കറികളും ഉണ്ടാക്കുമ്പോൾ പ്രഷർ കുക്കറിലെ വെള്ളം വീണ്ടും ഉപയോഗിക്കാം. അടുത്തതായി ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലകൾ, അരനാരങ്ങയുടെ നീര് എന്നിവ എടുക്കുക. ഈ പേസ്റ്റ് പ്ലീഹയുടെ കഷണങ്ങളിൽ പുരട്ടുക. ഇത് 20 മുതൽ 30 മിനിറ്റ് വരെ മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. ഇടത്തരം തീയിൽ പ്ലീഹ വറുക്കുക. ഇരുവശവും നന്നായി വേവിച്ച ശേഷം അതിൽ പകുതി നാരങ്ങയുടെ നീര് ഒഴിക്കുക. മല്ലിയില കൊണ്ട് അലങ്കരിക്കുക. ആട് പ്ലീഹ വറുത്തത് തയ്യാർ. ഈ പാചകക്കുറിപ്പിന്റെ ഒരു പാത്രത്തിൽ 50 മില്ലിഗ്രാം അയണുണ്ട്. രണ്ടാമത്തെ പാചകക്കുറിപ്പ് കോഴിയുടെ കരളിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ്. ഈ പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: കോഴിയുടെ 3 കരൾ, 1/2 ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഉപ്പും കുരുമുളക് പൊടിയും രുചിക്കനുസരിച്ച്, വെണ്ണ 2 ടേബിൾ സ്പൂൺ. രീതി: കോഴിയുടെ കരൾ നന്നായി കഴുകുക. ഒരു പാത്രത്തിൽ വെണ്ണ ചൂടാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കുക. ശേഷം കോഴി ലിവർ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് മിനിറ്റ് വഴറ്റുക.
പാത്രം മൂടി 5 മുതൽ 7 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിക്കുക. ഇത് തണുത്തതിനു ശേഷം മിക്സർ ജാറിലേക്ക് മാറ്റുക. ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഇത് മിനുസമാർന്ന പേസ്റ്റായി അരയ്ക്കുക. കോഴിക്കരൾ കറി തയ്യാർ. ഇത് ഒരാഴ്ച വരെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ പാചകക്കുറിപ്പിന്റെ ഒരു ബൗൾ ഏകദേശം 16 മില്ലിഗ്രാം അയൺ നൽകും. അടുത്ത പാചകക്കുറിപ്പ് ആട് ശ്വാസകോശ കറിയാണ്. ഈ പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 150 ഗ്രാം ശ്വാസകോശം, ഒരു പിടി കഴുകിയ മുരിങ്ങയില, കഴുകിയ പുതിനയില ഒരു പിടി, ഒരു ചെറിയ ഉള്ളി, 2 പച്ചമുളക്, തൈര് 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയാണ്: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഉണങ്ങിയ ഉലുവയിലകൾ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് രുചിക്കനുസരിച്ച്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, നെയ്യ് അല്ലെങ്കിൽ വെണ്ണ എന്നിവയും ആവശ്യമാണ്. രീതി: ആടിന്റെ ശ്വാസകോശം നന്നായി കഴുകുക. അവയെ ചെറിയ കഷണങ്ങളാക്കി മാറ്റിവെക്കുക. മല്ലിയിലയും പുതിനയിലയും മിക്സി ജാറിൽ എടുക്കുക. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് എന്നിവ ചേർക്കുക. മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാം നന്നായി അരയ്ക്കുക. പ്രഷർ കുക്കറിൽ എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് തയ്യാറാക്കിയ പേസ്റ്റ് ഒഴിക്കുക. സവാളയുടെ മണം മാറുന്നതുവരെ വേവിക്കുക. അതിനുശേഷം ശ്വാസകോശ കഷണങ്ങൾ ചേർക്കുക. മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കുക. കൂടാതെ കുരുമുളക് പൊടിയും ഉണക്കിയ ഉലുവയിലയും ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി 1 മുതൽ 2 മിനിറ്റ് വരെ വഴറ്റുക. 1 കപ്പ് വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിന്റെ മൂടി അടയ്ക്കുക. ഒരു വിസിൽ വരുന്നതുവരെ ഉയർന്ന തീയിൽ വേവിക്കുക. ശേഷം 12 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിക്കുക. തീ ഓഫ് ചെയ്യുക. മർദ്ദം സ്വയം പോയതിനു ശേഷം മാത്രം കുക്കർ തുറക്കുക. ആട് ശ്വാസകോശക്കറി തയ്യാർ. ഈ കറിയുടെ ഒരു പാത്രം 10 മില്ലിഗ്രാം അയൺ നൽകും. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ ശ്വാസകോശത്തിന് പകരം നിങ്ങൾക്ക് ആടുവൃക്കകളും ഉപയോഗിക്കാം. ഞങ്ങളുടെ അവസാന പാചകക്കുറിപ്പ് ഉണക്കിയ ചെറിയ ചെമ്മീൻ വറുത്തതാണ്. ഈ പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 20 ഗ്രാം ഉണങ്ങിയ ചെറിയ ചെമ്മീൻ, ഒരു ചെറിയ ഉള്ളി, പകുതി തക്കാളി, 3 പച്ചമുളക്, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിയില കഴുകി അരിഞ്ഞത്. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ്. രീതി: ഉണങ്ങിയ ചെമ്മീൻ എടുത്ത് 10 മുതൽ 15 മിനിറ്റ് വരെ വെള്ളത്തിൽ കുതിർക്കുക. ഇത് ചെമ്മീനിലെ അഴുക്ക് നീക്കം ചെയ്യും. കഴുകിയ ശേഷം വെള്ളം നീക്കം ചെയ്യാൻ ഒരു അരിപ്പയിൽ ഇത് ഇടുക. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി അല്ലി, ജീരകം എന്നിവ ചേർക്കുക. അവ ഒരു പേസ്റ്റാക്കി അരച്ച് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി സവാള അരിഞ്ഞത് ചേർക്കുക. ഇളം ഗോൾഡൻ ബ്രൗൺ വരെ വഴറ്റുക. ശേഷം തക്കാളി അരിഞ്ഞത് ചേർത്ത് മൃദുവാകുന്നത് വരെ വേവിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് നന്നായി ഇളക്കുക. ശേഷം ചെറിയ ഉണങ്ങിയ ചെമ്മീൻ ചേർക്കുക. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. നന്നായി ഇളക്കി കുറച്ച് മിനിറ്റ് വേവിക്കുക. വറുത്ത ഉണക്കിയ ചെറിയ ചെമ്മീൻ തയ്യാർ.
ഈ പാചകക്കുറിപ്പിന്റെ ഒരു പാത്രത്തിൽ ഏകദേശം 4 മില്ലിഗ്രാം അയൺ ലഭിക്കും. നല്ല ആരോഗ്യത്തിന് ഈ പാചകങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.